ഇപ്പം ഇത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണേണ്ട വേറൊരു മെത്തേഡാണ്. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് തന്നിരുന്നത്? 2 ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് ഷെയറും തന്നിട്ടുണ്ട്, ഒരു പുതിയ പാർട്ട്ണറിൻ്റെ ന്യൂ ഷെയറും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആ 3 പാർട്ട്നേഴ്സിൻ്റെയും ന്യൂ ഷെയർ കാണേണ്ടതെന്നാണ് പഠിച്ചത്. ഇനി ഇതിൽ നമുക്ക് കാണേണ്ട രീതി വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. A and B are partners sharing profit in the ratio of 3:2. They admitted C as a new partner for 1/5 share in future profits of the firm, which he gets equally from A and B. Calculate new profit sharing ratio of A, B and C. ഇവിടെ ഒരു മാറ്റമുണ്ട് അല്ലേ? ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ഒരാളുടെ പുതിയ റേഷ്യോ തന്നിട്ടുണ്ട്, പുതിയ ഷെയർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഈ 1/6 കിട്ടണമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് കിട്ടുന്നത്? ഈക്വൽ ആയിട്ടാണ്. എയും ബിയും ഈ 1/6 എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ഈക്വൽ ആയിട്ടാണ്. അവരുടെ ഷെയറിൽ നിന്ന് എടുത്തിട്ട് 1/6ന്റെ പകുതി എയും കൊടുത്തു, ഈ 1/6ന്റെ പകുതി ബിയും കൊടുത്തു. അപ്പോൾ അതൊന്ന് നമ്മൾ സമ്മറി ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ABC എഴുതി. സി പുതിയ പാർട്ട്ണറാണ്. ഇതിൽ ഓൾഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 3:2. അത് 3:2 എഴുതി. ഇനി ഇതിനെ ഓൾഡ് ഷെയർ ആക്കി മാറ്റാം. അതെങ്ങനെയാണ് വരിക? ഈ 3 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 5. 3 + 2 എത്രയാണ്? 5. 3/5. ഇതിൽ ബിൻ്റെ ഓൾഡ് ഷെയർ എങ്ങനെയാണ് വരിക? ബിൻ്റെ ഓൾഡ് റേഷ്യോൻ്റെ 2 മുകളിൽ എഴുതുക. ആ എൻ്റെയും ബിൻ്റെയും കൂടി ഈ ടോട്ടൽ റേഷ്യോൻ്റെ ഇത് 5 താഴെ എഴുതുക. അപ്പോൾ എങ്ങനെയാണ് ഓൾഡ് ഷെയർ വരിക? എൻ്റെത് 3/5ഉം ബിൻ്റെത് 2/5ഉം വരും. പിന്നെ ഒരു ന്യൂ ഷെയർ തന്നിട്ടുണ്ട് 1/6 സിൻ്റെ. ഈ 1/6 എങ്ങനെ കിട്ടുന്നത്? എയും ബിയും കൂടി തുല്യമായിട്ട് വീതിച്ച് കൊടുത്തതാണ് 1/6. ഇനി അതെങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ആദ്യം സിൻ്റെ ന്യൂ ഷെയർ എത്രയാ തന്നത്? 1/6 ആണ് അല്ലേ? അത് എഴുതുക. ഈ 1/6 ഒന്ന് ഇരട്ടിക്കുക, അതായത് താഴെയും മേലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വന്നു? 1 × 2 അതുപോലെ 6 × 2 ഇരട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2/12. 2/12 എന്തിനോട് തുല്യമാണ്? അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഈ 2/12 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എ എത്ര കൊടുത്തു, ബി എത്ര കൊടുത്തു എന്നുള്ളത് തുല്യമായിട്ടല്ലേ കൊടുത്തത്. അപ്പോൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. സ്പ്ലിറ്റ് ചെയ്താൽ നമ്മൾ നേരത്തെ എഡിഷൻ പറഞ്ഞു അല്ലേ? ബേസ് 12 ആണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ 1 + 1 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1/12 1/12 എന്ന് പറഞ്ഞിട്ട് നേരെ പകുതിയാക്കുക. 2/12നെ പകുതിയാക്കിയാൽ എങ്ങനെയാണ് വരിക? 1/12 എ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ 1/12 ബിയും കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് 2/12 കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് വേണേൽ ചെക്ക് ചെയ്യാം. ഈ 12 രണ്ടിലും ബേസ് സെയിം അല്ലേ? സെയിം ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 1 + 1 2 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര തന്നെയാണ് കിട്ടുക? 2/12 കിട്ടുക. അപ്പോൾ ഇതിന് ഈ 2/12ന് ആദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എ എത്ര കൊടുത്തു, ബി എത്ര കൊടുത്തു, രണ്ടും തുല്യമായിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ എ 1/12 കൊടുത്തിട്ടുണ്ടാവും, ബിയും 1/12 കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ 2 പേരും 1/12 വീതം കൊടുക്കുമ്പോഴാണ് ആർക്ക്? സിക്ക് 1/6 ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മളെടുത്ത് പറഞ്ഞ ന്യൂ ഷെയർ കാണാനാണ്. അപ്പോൾ ന്യൂ ഷെയർ കാണാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു. ഏതായിരുന്നു? ഓൾഡ് റേഷ്യോ മൈനസ് അവർ എത്രയാണോ സറണ്ടർ ചെയ്ത് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്തത്, ആ സാക്രിഫൈസ് ചെയ്ത റേഷ്യോ അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ, അല്ലെങ്കിൽ ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസിങ് ഷെയർ നമുക്ക് എത്ര കിട്ടും? ന്യൂ ഷെയർ കിട്ടും അല്ലേ? അപ്പോൾ ഇതിൽ ഓൾഡ് ഷെയർ നമുക്കറിയാം. എസ് ന്യൂ ഷെയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എന്റെ ഓൾഡ് ഷെയർ എത്രയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് 3/5 മൈനസ് എ എത്രയാണ് സാക്രിഫൈസ് ചെയ്തത്? ഇവിടെ എത്ര കൊടുത്തു എന്ന് പറഞ്ഞത്? 1/12 ആണ് അല്ലേ? ഈ 1/12 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു, നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞു, മൈനസ് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 12 അത് ആദ്യം എഴുതുക, മൈനസ് ചിഹ്നം ഇടുക. 1 × 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ സ്ട്രേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ബേസ് 5 × 12. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 × 3 × 12 പറയുമ്പോൾ 36 വരും, മൈനസ് 5 × 1 5 ഡിവൈഡഡ് ബൈ 5 × 12 എന്ന് പറയുമ്പോൾ 60 വരും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 36 - 5 എന്ന് പറയുമ്പോൾ 31 ഡിവൈഡഡ് ബൈ 60 കിട്ടും. അതേപോലെ ബീൻ്റെയും കാണാം. അപ്പോൾ ബീൻ്റെ ന്യൂ ഷെയർ എങ്ങനെയാണ് കാണുക? ബീൻ്റെ ഓൾഡ് ഷെയർ 2/5 മൈനസ് ബി എത്ര സാക്രിഫൈസ് ചെയ്തു? 1/12 അല്ലേ? അപ്പോൾ 2/5 ബീൻ്റെ ഓൾഡ് ഷെയർ മൈനസ് ബി സാക്രിഫൈസ് ചെയ്ത 1/12.
അപ്പോൾ ഇതും മൈനസും ഇവിടെ നടുവിൽ മൈനസ് ചിഹ്നം ആയതുകൊണ്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 12 മൈനസ് 1 × 5 the whole divided by 5 × 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 × 12 പറയുമ്പോൾ 24. 1 × 5 5 ഡിവൈഡഡ് ബൈ 5 × 12 പറയുമ്പോൾ 60 കിട്ടും. അപ്പോൾ 24 മൈനസ് 5 19 ഡിവൈഡഡ് ബൈ ഈ 60 ബേസ് കിട്ടും. അപ്പോൾ എൻ്റെയും ബിൻ്റെയും നമുക്ക് ഒരേ ബേസിലുള്ള ഉത്തരം കിട്ടി. ഇനി നമുക്ക് എന്തും കൂടി ചെയ്യണം, സിൻ്റെത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക? ന്യൂ ഷെയർ ഓഫ് എ ബി സി ആ ഓർഡറിൽ തന്നെ എഴുതുക. എൻ്റെത് ആദ്യം എഴുതുക. എൻ്റെത് എത്രയാണ്? 31/60 ബിൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 19/60 ഇനി സിൻ്റെ മാത്രം നമുക്കറിയാം എത്രയാണ്? 1/6 ആണ് അല്ലേ? ബേസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിൻ്റെനെ നമുക്ക് ബേസ് 60 ആണെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ ബേസ് 60 കൊണ്ടുവന്നത്. എങ്ങനെയാണ്? 6നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബേസ് 60 കിട്ടും. അതുപോലെ ഇവിടെ 10 കൊണ്ടാവുമ്പോൾ മുകളിലും 10 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 10/60. അപ്പോൾ ഇനി അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എൻ്റെത് 31/60 വരും. ഇത് ബിൻ്റെത് 19/60 വരും. അതുപോലെ സിൻ്റെത് 10/60 വരും. ഇപ്പോൾ ബേസ് എല്ലാവരുടെയും സെയിം ആണ്. അതിനെ നമുക്ക് ഒന്നും കൂടിയും ആ ബേസ് ഒഴിവാക്കിയിട്ട് റേഷ്യോ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 21:19:10. ഇതിന് ഇനി കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് ആ സംഖ്യയിൽ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഉത്തരം എത്രയാണ്? 31:19:10. ഇതിൽ മൂന്നിലും പോകുന്നൊരു സംഖ്യ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സംഖ്യയിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഇതിൽ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാലും പോയിന്റ് വരും. അപ്പോൾ കാര്യം റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഉത്തരം നിർത്തുക.